ഞങ്ങളുടെ മണാലി ട്രിപ്പിൻ്റെ ഡേ 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിത് ഇനി സോളങ് വാലിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് മണാലിയിൽ നിന്ന് ലഡാക്കിലേക്ക് ഓൺ റോഡ് പോകുന്ന മെയിൻ ഹൈവേ ആണിത്. അപ്പോൾ എല്ലാവരും ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. റോഡിൽ നല്ല രസമാണ് ഇനി അങ്ങോട്ട് ഫുള്ള്. वो आपका मई जून में वहाँ दिस टाइम अभी 40-50 फीट स्नो होगा. अगर गाड़ी करके जाएंगे 8 to 9 आवर, बस में जाएंगे तो 12 to 14 आवर. और ये बिल्कुल शॉर्ट रूट है आपका ना, इसलिए ഈ വണ്ടിയിലിരുന്നുകൊണ്ടുള്ള വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ കാണാം. കണ്ടോ, സൈഡിലെല്ലാം മൊത്തം അരുവികളും കാര്യങ്ങളുമാണ്. ഫ്രണ്ടിലേക്ക് നോക്കിയാൽ കണ്ടോ, ഫുള്ള് നമുക്ക് മഞ്ഞുമലയാണ് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ശരിക്കും പോകുന്ന ഈ സോളങ് വാലിയിലുള്ള മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മഞ്ഞിലുള്ള ആക്ടിവിറ്റീസാണ് കൂടുതലും. അപ്പം ശരിക്കും മഞ്ഞിൽ പോയി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ആ മലയുടെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വഴി സൈഡും എല്ലാം നല്ല രസമാണ്. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച്, അതായത് സേഫ്റ്റി പ്രിക്കോഷൻസ് മീൻസ് നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. നമ്മളൊന്നും പ്രത്യേകിച്ച് കരുതിയിട്ടൊന്നുമില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടുന്ന് ഒരു സ്ഥലത്ത് പുള്ളി നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടുന്ന് പോയിട്ട് വേണം എടുക്കാൻ. കണ്ടോ, ഈ ഒരു വ്യൂ കണ്ടോ, അടിപൊളിയല്ലേ, മൊത്തം മഞ്ഞിൽ മൂടി കിടക്കുക, നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത ഏരിയ ആണ്, അടിപൊളി. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് ഈ മഞ്ഞൊക്കെ ഒഴുകിയാൽ ഇതിലായിരിക്കും ഒഴുകി പോകണം. ഇതെല്ലാം ഡ്രസ്സിന്റെ കടകളാണ്. ड्रेस वगैरह लेना है अपने रेंट पे. रेंट पे ड्रेस और शू लेना है. आगे रोक देता टूरिज्म वाले के ना, यहाँ दी हुई है ना. ये सब टूरिज्म वालों का शॉप है. हाँ, बाकी ലോക്കൽ है. ഇതുണ്ടോ, ഇങ്ങനെ സൈഡിൽ നമ്പർ എഴുതിയ കടകൾ കണ്ടോ. അപ്പം ഈ കടകളിൽ നിന്നാണ് നമുക്ക് അങ്ങോട്ടേക്ക് വേണ്ട PPEs കിട്ടുന്നത്. അതായത് മഞ്ഞിനെ പ്രതിരോധിക്കാനുള്ള ഡ്രസ്സും ഷൂസും ഗ്ലൗസും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഇതില്ലാതെ പറ്റത്തില്ല. നമുക്കിത് ശരിക്കും വാങ്ങിക്കേണ്ട, ഇതെല്ലാം റെൻ്റൽ ഷോപ്പുകളാണ്. നമുക്കിവിടുന്ന് ശരിക്കും ഇതെല്ലാം റെൻറ്റിന് കിട്ടും. അപ്പോൾ 500 രൂപയാണ് ഒരു ഡ്രസ്സിന് വരുന്ന റെൻറ്റ്. അപ്പോൾ അത് ഫുൾ ഡേ ആണ്. അപ്പം ആളിനി മുന്നിലേക്ക് മാറ്റി നിർത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പോയിട്ട് ഈ ഡ്രസ്സ് എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. എന്തായാലും ഇപ്പോൾ തന്നെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് മൊത്തത്തിൽ ഇനി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എന്താകും എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്ത കട. ഇവിടുന്ന് സമയം കുറവായിരുന്നുകൊണ്ട് പിന്നെ അധികം നേരം നിന്നില്ല, പെട്ടെന്ന് തന്നെ ഡ്രസ്സ് എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് പോരുമായിരുന്നു. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ഡ്രസ്സ് ഇട്ട വീഡിയോസ് ഇതിൽ ആഡ് ചെയ്ത് കാണിക്കാം. കാരണം സെലക്ട് ചെയ്യാൻ നേരത്തെ അവിടെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മൊത്തത്തിൽ സമയം കുറവായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇട്ട് സെലക്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ആ എടുത്ത ഡ്രസ്സ് എന്തായാലും നിങ്ങളെ കാണിക്കാം. അവിടെ ചെന്നിട്ട് ഡ്രസ്സിലുള്ള വീഡിയോയിൽ എന്തായാലും കാണിക്കാം. गाने सुनने होंगे यहाँ पे जा लेना, ठीक है, YouTube में. ആയിരിക്കും. ഈ മഞ്ഞൊക്കെ ഉരുകി കഴിഞ്ഞാൽ ഇതിലല്ലേ വരുന്നത്. ഇതാ പുള്ളി പറഞ്ഞു വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കരുതെന്ന്, റിസ്ക് ഉണ്ടെന്നേ. കണ്ടാ ഉറച്ചതെന്ന് തോന്നും, പാറയടക്കം ഉരുണ്ട് പോകുന്നു. കിട്ടിയില്ല. എന്നാ രസമല്ലേ. जगह सब जगह. अच्छा, क्रिश मूवी देखी है ना आपने? प्रियंका चोपड़ा जो गिरी थी ना जंगल में, ये सामने वाला है. ये अभी तो बहुत सारे होटल कॉटेज बन गए ना. पूरा तो इसमें जो क्रिश मूवी में जो एक एकांत घर में वो था ना, कोई मिल गया में, वो इधर ही था. अब तो
घर बन गए, क्राउडी हो गया पूरा। रोजा मालूम है? रोजा मूवी वो तमिल रोजा मूवी तमिल तमिल पता नहीं होगा ना। मतलब साउथ की मूवी बहुत देखते हैं सर ना, हाँ। लेकिन जब वो रिलीज होते तो अलग ही नाम से वो रिलीज होते हुए ना। അപ്പോൾ ഞങ്ങൾ ഏകദേശം ലൊക്കേഷൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് വഴി സൈഡിൽ കുതിരേനെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിനകത്തൂടെ കുതിര സവാരിയൊക്കെ ഉണ്ട്. ഈ മഞ്ഞത്ത് ഇതുങ്ങളൊക്കെ എങ്ങനെ നിൽക്കുന്നോ, ചിലപ്പോൾ ഇതുങ്ങൾക്ക് എന്തെങ്കിലും പ്രതിരോധിക്കാനുള്ള ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും സെറ്റപ്പ് കാണും. എന്തായാലും കണ്ടിട്ട് തന്നെ എന്തോ പോലെ. ഈ മഞ്ഞ് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റോഡിലെല്ലാം മൊത്തത്തിൽ നല്ല രീതിക്ക് നനവുണ്ട്. പിന്നെ വണ്ടിക്കൊന്നും നല്ല ഗ്രിപ്പില്ലെന്ന് തോന്നുന്നു. ടയറിനൊന്നും എപ്പോഴും ഇങ്ങനെ ഒരു നനവുണ്ട്. പിന്നെ ആൾക്കാർ നമുക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാം എപ്പോഴും ഇങ്ങനെ മഞ്ഞ് റോട്ടിൽ നിന്ന് ഇങ്ങനെ ചെത്തി മാറ്റുന്നുമുണ്ട്. ഉറപ്പായിട്ടും ഇങ്ങോട്ട് നോക്കിയേ, ഈ ഡ്രസ്സ് അടിപൊളി കേട്ടോ, ചേരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് മണാലി ഹണിമൂൺ ട്രിപ്പാണ്. നമ്മളിവിടെ സൊളാങ് വാലിയിലാണ്. ഇവിടെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. കാണിച്ചു കൊടുക്കുക. സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ എന്തായിരുന്നു ഊഞ്ഞാലുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോ ടയർ ട്യൂബിനകത്ത് തെന്നി പോണ സെറ്റപ്പ് ഉണ്ട്. സ്കീയിങ് ഉണ്ട്. പിന്നെ മറ്റേ ഒരു ബബിൾ ഇട്ടിട്ട് കറക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതിലേ പോവാം, പിടിച്ചു പോവാം. കുഴപ്പമില്ല. അതായത് ചെരുപ്പിന് നല്ല തെന്നലുണ്ട്. ഇവിടുന്ന് എടുത്ത ഷൂ, റബ്ബറിൻ്റെ ഷൂ റെൻറ്റിനെടുത്താ. പക്ഷെ അത് ഭയങ്കരമായിട്ട് സ്ലിപ്പാകുന്നുണ്ട്. അതിന് ഗ്രിപ്പുണ്ട് കേട്ടോ, ഇതിനാ ഗ്രിപ്പില്ലാത്ത. ഐസ് സ്കേറ്റിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് കാണാൻ കൊതിച്ച ആക്ടിവിറ്റി. മറ്റേ ഊഞ്ഞാലിക്കേറ്റ് മണ്ടയിലേക്ക് കറക്കുന്നത്. ഐസ് സ്കേറ്റിങ്. कितना? हाँ हाँ, कौन सा टिकट है? फोटो करेगा, फोटो सर. സ്കേറ്റിംഗ് റിസ്ക് ആണ് ഗൈസ്, സ്കേറ്റിംഗ് റിസ്ക് ആണ്. എല്ലാവരും തല്ലിയടിച്ച് വീഴുന്നതാണ് നമ്മൾ കാണുന്നത് സ്കേറ്റിങ്ങിന്. ഇതാണ് നമ്മളെ ബലൂണിനകത്ത് കയറ്റി കണ്ട ഉരുട്ടി അത് വന്ന് സ്കേറ്റിങ്ങിൽ വന്ന് ഇടിച്ച്. स्माइल देना आपने थोड़ा सा. അത്ര ഉണ്ട്. അതാണ് ലോങ്ങസ്റ്റ് ഇവിടുത്തെ. അടുത്ത സിപ്ലയും പോകണം. 2 വീലർ പുള്ളി പോകുന്നുണ്ട്. ഓക്കെ,
മഞ്ഞ് വേറെ നോക്കിയിട്ട് കിട്ടുന്നില്ല. മാറി അത് രണ്ടും കളിച്ചോടി വരുന്നു. വ്ലോഗേഴ്സ് ആയപ്പോൾ യെസ് സൂക്ഷിച്ച് എന്നാ മഞ്ഞ് ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ്. പറയട്ടെ അങ്ങോട്ട് എങ്ങോട്ടാ അറിയണ്ടേ? എങ്ങോട്ടല്ലേ എറിഞ്ഞു? എങ്ങോട്ടും എറിഞ്ഞില്ല. അതേ പോണൊരെണ്ണം. ചെറുതാ. അപ്പോൾ ഗൈസ് ഞങ്ങൾ സെൽഫ് റൈഡ് എടുത്തിട്ട് മറ്റേ സ്നോ ബൈക്കിൽ റൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച്. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി ഇനി പോവാണ്. അത് ഇവിടെ ഉണ്ട്, ഒത്തിരി ബൈക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ ഉണ്ട്, ഇതുപോലത്തെ ബൈക്കുകളാണ് ഉള്ളത്. ഇതിൽ സെൽഫ് ഡ്രൈവിങ്ങിനുള്ള ഓപ്ഷനും ഉണ്ട്. സെൽഫ് ഡ്രൈവിംഗ് ആണെങ്കിൽ ഇവിടുന്ന് ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 രൂപയാണ് ഈ വണ്ടിക്ക്. ഇതിൽ നേരെ 2 പേർക്കിരുന്ന് സുഖമായിട്ട് പോയി കറങ്ങി അടിച്ച് വരാം, 1.5 കിലോമീറ്റർ. പിന്നെ ഉള്ളത് ഇവിടുന്ന് ഒരു ടെമ്പിളുണ്ട്. ടെമ്പിൾ കോൺസാ ആഞ്ജരി മഹാദേവ് ടെമ്പിളുണ്ട്. അങ്ങോട്ടേക്ക് ഇവർ ഡ്രോപ്പ് ചെയ്യും. അത് 1 സൈഡ് 3 കിലോമീറ്റർ വരും. അപ്പോൾ അങ്ങനെ പോകുന്നതിന് പെർ കപ്പിൾ 2000. അതാണ് ഇവിടുത്തെ റേറ്റ്. ഇതും അടിപൊളിയാന്ന് തോന്നുന്നു. ഒത്തിരി പേരിങ്ങനെ പോകുന്നുണ്ട്. സംഭവം കണ്ടിട്ട് നൈസാണ്. നമുക്കുള്ള വണ്ടിയാണ്. പുള്ളി വണ്ടി തിരിച്ചൊക്കെ ഇടുവാണ്. അപ്പോൾ ഇതേ കയറാൻ പോവാണ് വണ്ടിയിൽ. നേരെ പുറകിലേക്ക് കയറിക്കും. സെറ്റാണ്. ഓക്കെ ഹായ്. ഹായ്. 0.5 ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കിട്ടും. ഓക്കെ പൊക്കോ. കിട്ടുന്നുണ്ടോ?
ചെയ്തല്ലോ. ഇനി നമ്മൾ താഴേക്ക് പോവുകയാണ്. സ്നാക്കിംഗ് ടൈം ഫോർ us. അതികഠിനമായ ഒരു ബൈക്ക് റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഈ അരുവിയുള്ള ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിരിക്കുകയാണ്. എൻ്റെ അമ്മ ഇവിടെ ഒരു രക്ഷയില്ലാത്ത തണുപ്പും ഒരു രക്ഷയില്ലാത്ത യൂസുമാണ്. അങ്ങനെ കുറച്ചധികം യാത്ര വരും. തിരിച്ചു പോവാണ്. അവൻ എടീപ്പുറ കയറുന്നുണ്ടോ? നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്. അതുങ്ങളുടെ കുളമ്പ് മാത്രമാണ് കുഴപ്പമുണ്ടാവില്ല. അവിടെ തന്നെ ഉണ്ട്. ഐസ് ഇട്ട് വെള്ളത്തിട്ട് എന്ത് പറ്റും നോക്കട്ടെ. ഇടുവാണേ, വെള്ളത്തിട്ട് അലുത്തു നോക്കുവാണേ. റൈഡിങ്ങിന് കൊണ്ടുവന്ന യാക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നേക്കാണ് ഗൈസ്. ഈ മഞ്ഞിൻ്റെ താഴെ ഫുള്ള് അരുവി പോലെ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ അവിടെ ഫ്രഷ് വാട്ടറാന്ന് തോന്നുന്നു, പക്ഷെ നല്ല തണുപ്പാണ്. ആ വെള്ളത്തിലാണ് ഇതിനെ കൊണ്ട് നിർത്തിയേക്കുന്നത്. ഇപ്പോൾ വെള്ളം കുടിക്കുകയാണത്. നോക്ക് മഞ്ഞ് മനുഷ്യനെ ടാറ്റ കൊടുത്തേക്ക്. നമ്മളിനി ഈ താഴ്വാരത്തെ വ്യൂസ് എല്ലാം കണ്ടിട്ട് ഈ നേരെ മുകളിലേക്ക് പോവുകയാണ് ഗൈസ്. ഇവിടെ നോക്കൂ. റിവർ ക്രോസിംഗ് ആണ്. മഞ്ഞിനിടയിലെ റിവർ ക്രോസിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇഷ്യൂ എന്തായാലും നനയും. ഇവിടെ ഹായ്. മഞ്ഞ് മനുഷ്യനുണ്ടാക്കിയില്ലോ നമ്മൾ. മഞ്ഞ് മനുഷ്യനുണ്ടാക്കണ്ടേ? ആണോ? ഓക്കെ. മഞ്ഞുമലയിലെ അരുവിയാണ്. ഇവിടുത്തെ വെള്ളത്തിന് തണുപ്പുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഐസ് വെള്ളം. എൻ്റെ അമ്മ. അപ്പോൾ ഞങ്ങളിനി സോളങ് വാലിയോട് ബൈ ബൈ പറയുകയാണ്. അപ്പോൾ ഒരു സ്നോമാനം ഉണ്ടാക്കാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഇനി സ്നോമാനുമായി അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും പറയുന്നുണ്ടോ? ആ, അപ്പോൾ ഞങ്ങളിനി സ്നോമാനം ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കേ.